വിവാഹിതരായ സ്ത്രീകളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാനെന്ന സ്ത്രീ മാത്രമല്ല, നമ്മളെന്ന മാറുന്ന സമൂഹമാണ് ഇവിടെ വിജയിച്ചത്. കഴിഞ്ഞ വർഷം എൻ്റെ വിവാഹ ജീവിതം തകർന്നപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുപാട് ഭയത്തോടുകൂടി എന്നെ നോക്കി ഞാൻ വീണ്ടും ആ അവസ്ഥയിലോട്ട് പോകുന്നു. സ്വയം പ്രകാശിക്കുവാൻ സ്വയം പര്യാപ്തമാവുക. ന സ്ത്രീ രത്ന സമം രത്നം. There is no jewel like women. പുതിയ സാധ്യതകളെക്കുറിച്ച് പഠിക്കാനും പുതിയ സംരംഭങ്ങൾ പുതിയ തലമുറയ്ക്ക് മാതൃകയാകുന്ന രീതിയിൽ വ്യത്യസ്തമായി അവതരിപ്പിക്കാനാണ് ഞാൻ എന്നും ശ്രമിക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഞരമ്പുകളിൽ തന്നെയുണ്ട്. അതിൻ്റെ ചൂട് നമ്മൾക്ക് മാത്രമേ അറിയൂ. അത് മറ്റാർക്കും വേണ്ടി മാറ്റിവെക്കരുത്. ഏതോ ഒരു കുടുംബിനിയെ പോലെ വിവാഹശേഷം ഞാനും ഒരു അമ്മയാവണമെന്ന് ആഗ്രഹിച്ചു. ഏറെക്കുറെ നാളുകൾ എന്നെ കാത്തിരുന്നത് വിഷാദ രോഗമായിരുന്നു. ഒരു സ്ത്രീ എന്തെഴുതണം, എന്ത് പറയണം, എന്ത് ധരിക്കണം എന്നെല്ലാമുള്ള കാര്യത്തിൽ നിരന്തരം കൈകടത്തുന്ന ഈ സമൂഹത്തിൽ Moving on, let's get introduced to contestant number 4, Dr. Rajasuya M. നമസ്കാരം, ഞാൻ ഡോക്ടർ രാജസൂയ. സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ചെറുപ്പം മുതലേ എൻ്റെ കുടുംബക്കാർ എന്നെ കലാലോകത്ത് പരിചയപ്പെടുത്തി. ചിലർക്കിടയിൽ ഞാനൊരു നർത്തകിയായിരുന്നു, ചിലർക്കിടയിൽ ഞാനൊരു കൊച്ചു ബാലികയും, ചിലർക്കിടയിൽ ഞാനൊരു ആർട്ടിസ്റ്റും. എന്നാൽ ആരാണ് ഞാൻ എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്ന കൗമാരക്കാരിയിൽ നിന്ന് ഇന്ന് ഞാൻ ഡോക്ടർ രാജസൂയ, ഒരു ആയുർവേദ ഡോക്ടർ, കൂടാതെ യോഗാശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം. അതിലൂടെ മാനസിക ആരോഗ്യത്തിൻ്റെ മൂല്യം എല്ലാ വ്യക്തികളിലും എത്തിക്കുക, അവരുടെ ജീവിതം സമ്പൂർണ്ണമായി ആസ്വദിക്കാൻ അവരെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്നു. ഒരൊറ്റ മേഖലയിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ എൻ്റെ ആഗ്രഹങ്ങൾക്കും അഭിരുചികൾക്കും പിന്നാലെയുള്ള എൻ്റെ ഈ യാത്രയാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതായി ഞാൻ കരുതുന്നത്. ഒരു സ്ത്രീയുടെ ത്യാഗവും ആയി എല്ലാവരും പര്യായമായി കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കണം, ഒരുപാട് മോഹങ്ങളും കഴിവുകളുമുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീ എന്ന്. വിവാഹിതരായ സ്ത്രീകളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാനെന്ന സ്ത്രീ മാത്രമല്ല, നമ്മളെന്ന മാറുന്ന സമൂഹമാണ് ഇവിടെ വിജയിച്ചത്. നന്ദി. Next, inviting for the self-introduction, contestant number 5, Deepthi. വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത നിഗൂഢ കാവ്യയാണ് അത്രേ സ്ത്രീ. നമസ്കാരം, ഞാൻ ദീപ്തി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന കോഴിക്കോടാണ് എൻ്റെ സ്വദേശം. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവരുടെ അധ്യാപകരാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആയതിനാൽ എഞ്ചിനീയറിംഗ് ബിരുദകാരിയായിട്ടും സ്കൂൾ അധ്യാപികയായി പ്രവർത്തിക്കുന്നതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു. കേരളത്തിൻ്റെ തനതായ സംസ്കാരം നിലനിർത്തിക്കൊണ്ടുള്ള പുതുമയെ സ്വീകരിക്കാനാണ് എനിക്ക് താല്പര്യം. ഈ ഒരു ആശയം എൻ്റെ വിദ്യാർത്ഥികൾക്കും 8 വയസ്സ് പ്രായമുള്ള എൻ്റെ മകൾക്കും ഞാൻ പകർന്നു കൊടുക്കാറുണ്ട്. മിസസ് കേരള 2024 പങ്കെടുക്കുന്നതിലൂടെ കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് പ്രചോദനമാവണം എന്നതാണ് എൻ്റെ ലക്ഷ്യം. നന്ദി, നമസ്കാരം. അടുത്തതായി സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടി റാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു contestant number 6, കലാമണ്ഡലം ഷീന നമ്പ്യാർ. നമസ്കാരം.
സ്വയം പ്രകാശിക്കുവാൻ സ്വയം പര്യാപ്തമാവുക. സ്വന്തം താല്പര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക. ഒരു സ്ത്രീ സ്വയം പ്രകാശിക്കുമ്പോൾ കുടുംബത്തിൻ്റെ വിളക്കാകുന്നു, സമൂഹത്തിൻ്റെ വിളക്കാകുന്നു, ലോകത്തിൻ്റെ വിളക്കാകുന്നു. ഞാൻ കലാമണ്ഡലം ഷീന നമ്പ്യാർ. കലാമണ്ഡലം എന്ന പദവി എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചു. ഖത്തറിൽ റിതമിക് മൂസ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും നൃത്ത അധ്യാപികയുമായ എനിക്ക് നിരവധി കുരുന്നുകളെ നൃത്തം അഭ്യസിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ തലമുറയെ ഏതെങ്കിലും തരത്തിലുള്ള കല അഭ്യസിപ്പിക്കുക. മനുഷ്യനിൽ സ്നേഹവും കരുണയും എല്ലാം വളർത്തിക്കൊണ്ടുവരാൻ കല ഉപകരിക്കുന്നു. പ്രായം ഒരു സംഖ്യ മാത്രമാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടേതായ ഇഷ്ടങ്ങളെ സ്വീകരിച്ച് സ്വന്തം ജീവിതം ആസ്വാദ്യകരമാക്കി തീർക്കുക. ഒരു സ്ത്രീക്ക് തൻ്റെ ശക്തി തെളിയിക്കുന്നതിനും കരുത്താർജിക്കുന്നതിനും തൻ്റേതായ വ്യക്തിത്വം നേടിയെടുക്കുന്നതിനും തൻ്റെ സ്വപ്നങ്ങളിലേക്ക് യാതൊന്നും തടസ്സമല്ലെന്ന് തെളിയിക്കാനും പ്രചോദനം നൽകുവാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മിസ്സിസ് കേരളയുടെ പ്രായം 50 വരെ എത്തിച്ച സജന മാമിനും എസ്പാനിയോ ഇവൻസിനും സ്നേഹം നിറഞ്ഞ സദസ്സിനും നന്ദി. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു പേരാണ്. ഞാനത് കറക്റ്റ് ആയിട്ടാണോ പറയണേ അല്ലേ എന്ന് നമുക്ക് ഉടനെ തന്നെ മനസ്സിലാക്കാം. കണ്ടസ്റ്റന്റ് നമ്പർ 7 അഹന്യ അനിൽ. മാന്യ സദസ്സിന് വിനീതമായ എൻ്റെ നമസ്കാരം. വാക്കുകൾ കൊണ്ട് നിർവചിക്കാനാവാത്ത നിഗൂഢ കാവ്യമാണത്രേ സ്ത്രീ. ഞാൻ അഹന്യ അനിൽ. ദേശികനാടായ കൊല്ലമാണ് എൻ്റെ സ്വദേശം. ബൈ പ്രൊഫഷൻ ഒരു എഞ്ചിനീയറും ബൈ ഫാഷൻ ഒരു ഫാഷൻ ഡിസൈനറുമാണ്. ഇന്ന് ഒരു ബിസിനസ് വുമൺ. സ്നേഹവും നന്മയും നിറഞ്ഞ മാതാപിതാക്കളുടെ മകളായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരതിർവരമ്പും തരാതെ എനിക്ക് കൈത്താങ്ങായി കൂടെ നിൽക്കുന്ന എൻ്റെ ഭർത്താവിനൊപ്പം 2 കുട്ടികളുടെ അമ്മയായി സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ വരാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് കള്ളമായി പോവും. കാരണം ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. അങ്ങനെ എൻ്റെ ഒരുപാട് സ്വപ്നങ്ങളിൽ ഒരു ലക്ഷ്യം സാക്ഷാത്കരിച്ചാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. മിസ്സിസ് കേരളയിലൂടെ ഒരുപാട് സ്ത്രീകൾക്ക് കരുത്തും പ്രചോദനവും ആത്മവിശ്വാസവും പകരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വേദി ഒരുക്കി തന്ന എസ്പാനിയോ ഇവൻസിനും സജന സലീം മാമിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒരു സ്വപ്നവും അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഏവർക്കും ശുഭസായാഹ്നം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. Contestant number 8 Nitara AR. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിതാര. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. 3-ാം വയസ്സിൽ നൃത്തത്തിൻ്റെ അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് കലകളുടെ ലോകത്തേക്ക് ചുവടുവെച്ച ഞാൻ. എൻ്റെ ജീവിതത്തിൽ രണ്ട് വ്യക്തികളുണ്ട് എനിക്ക് പ്രചോദനമായ. ഒന്ന് എൻ്റെ അമ്മുമ്മ. ഒരു സ്ത്രീ എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്ന് എനിക്ക് കാണിച്ചു തന്നു. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എൻ്റെ കരിയർ ഡിസൈനിങ് ആണെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ 2017 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ നിന്ന് ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിൽ ബിരുദം നേടി. അതേ വർഷം തന്നെ എൻ്റെ കോർപ്പറേറ്റ് ലൈഫും സ്റ്റാർട്ട് ചെയ്തു. കോർപ്പറേറ്റ് ലൈഫ് എൻ്റെ ലൈഫിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് തോന്നിയ നിമിഷത്തിലായിരുന്നു എൻ്റെ മമ്മ 56-ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിൽ വരെ സോളോ ബൈക്ക് റൈഡ് പോയിട്ട് എനിക്ക് പ്രചോദനമായത്. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മുടെ ഏജ് ഒരു മാറ്റർ അല്ല എന്ന് എൻ്റെ മമ്മ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിലെ ഫുൾ സ്റ്റോപ്പ് ഞാൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് മാറ്റി ലൈഫിലെ സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഒരു പുരുഷൻ്റെ സക്സസ്സിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്നല്ലേ, എൻ്റെ സക്സസ്സിൻ്റെ പിന്നിൽ എൻ്റെ ഭർത്താവ് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ
തെറ്റായിപ്പോവും. എൻ്റെ കുടുംബം മൊത്തമുണ്ട്. എന്നെ ഞാനാക്കിയ എൻ്റെ കുടുംബത്തിൽ ഒത്തിരി നന്ദി. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ഏറെ അഭിമാനത്തോടെയാണ്. എന്നെപ്പോലെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഇനിയും പെൺകുട്ടികൾ ഈ വേദിയിൽ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Let's welcome on stage contestant number 9, Tushara S. Na Stri Ratna Samam Ratnam. There is no jewel like women. സ്ത്രീകൾ തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവിരിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ ആകാശമാകും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഇവിടെ നിൽക്കുന്നു. എൻ്റെ പേര് തുഷാര സൗദാമിനി. സ്ഥലം കാഞ്ഞങ്ങാടാണ്. കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി ജോലിക്ക് കയറിയപ്പോൾ ലഭിച്ചത് 4 തവണ തുടർച്ചയായി ബെസ്റ്റ് എംപ്ലോയി അവാർഡ്. സ്വന്തം കാലിൽ നിന്നതിന് ശേഷം വിവാഹം, മകളുടെ ജനനം. സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി ഒരു ജോലി മാറ്റമാവാമെന്ന എൻ്റെ അന്വേഷണത്തിനൊടുവിൽ ലഭിച്ചത് ഖത്തറിലെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഒരു ജോലി. അപ്പോഴതാ ചോദ്യങ്ങളുടെ ശരവർഷം. ഭർത്താവിൻ്റെ ജോലി നാട്ടിലാകുമ്പോൾ കൈക്കുഞ്ഞുമായി ഭാര്യ ഒറ്റയ്ക്കിങ്ങനെ വിദേശത്ത് പോകും. സ്ത്രീക്ക് എന്നും തൻ്റേതായ വ്യക്തിത്വമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഞാൻ ഭർത്താവിൻ്റെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഖത്തറിലോട്ടൊരു പുതിയ ജീവിതം. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി ഖത്തറിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പാഷനായ നൃത്തം, മോഡലിംഗ്, ആങ്കറിംഗ് എല്ലാം കൂടി കൊണ്ടു നടക്കുന്നു. മിസ്സസ് കേരളയുടെ മഹനീയമായ ഈ യാത്രയിൽ ഇന്നിവിടെ ആത്മാഭിമാനത്തോടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ, വിവാഹമോ പ്രായമോ കുട്ടികളോ ഒന്നും നിങ്ങളുടെ ലക്ഷ്യത്തിന് തടസ്സമാവില്ല. ഉൾവലിഞ്ഞു ജീവിക്കാതെ ഉള്ളറിഞ്ഞു ജീവിക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച് ആകാശത്തോടെ പറന്നുയരൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Moving on, let's invite on stage for the self-introduction contestant number 10, Alfonso Jose. എല്ലാവർക്കും നമസ്കാരം. ഈ ലോകവും ഇതിലെ അത്ഭുതങ്ങളും കാണുവാനായി അമ്മയുടെ ഉദരത്തിൽ നിന്നും 7-ാം മാസം തന്നെ തിടുക്കപ്പെട്ട് പുറത്തേക്ക് വന്നൊരു പെൺകുഞ്ഞ്. അവളെ കണ്ട് ചുറ്റുമുള്ളവർ പരിതപിച്ചെങ്കിലും അതിജീവനത്തിനു വേണ്ടിയിട്ടുള്ള ശ്രമം അവൾ അന്നേ ആരംഭിച്ചിരുന്നു. അന്നു മുതൽ ഇന്നുവരെ അവളുടെ ജീവിതത്തിൽ വന്ന എല്ലാ വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം നേരിട്ട് ഇന്നവൾ ഈ വേദിയിൽ വന്ന് നിൽക്കുകയാണ്. അതാണ് ഈ ഞാൻ അൽഫോൺസോ ജോസ്. കോട്ടയം ജില്ലയിൽ റബ്ബറിൻ്റെ നാടായ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ചെറുപ്പം മുതലുള്ളൊരാഗ്രഹം സംരംഭകയാവണം എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദവും ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദവുമാണ്. വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ അതിന് ശ്രമിച്ചെങ്കിലും എനിക്ക് സാധിച്ചില്ല എന്നത് തന്നെയാണ് സത്യം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും തീവ്രമായി ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി പ്രയത്നിച്ചാൽ ലക്ഷ്യത്തിൽ എത്തും എന്നത്. എൻ്റെ ആ വിശ്വാസം കഴിഞ്ഞ 6 വർഷം മുൻപ് ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു ഒരു സംരംഭകയായപ്പോൾ. നമ്മളുടെ സ്വപ്നങ്ങൾ വെറുതെ കണ്ടു തീർക്കുവാനുള്ളതല്ല, സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്. അതിന് കഠിന പ്രയത്നവും ത്യാഗവും ക്ഷമയും ആവശ്യമാണ്. കാലമോ പ്രായമോ സാഹചര്യമോ ഒന്നും അതിനൊരു തടസ്സമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുവാനുള്ളൂ, സ്വപ്നം കാണുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, സാക്ഷാത്കരിക്കുക. അങ്ങനെ ആത്മവിശ്വാസമുള്ളവരായി മാറുക. നന്ദി. അടുത്തതായി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു contestant number 11, അന്നം ജോൺ പോൾ.
എല്ലാവർക്കും നമസ്കാരം. സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വെച്ച നിമിഷം. ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത് എൻ്റെ കുഞ്ഞന്നയുടെ അമ്മയായതിനു ശേഷമാണ്. അവൾക്ക് 1 വയസ്സ് പൂർത്തിയായി. ഇന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഒരു അമ്മയുടെ ആത്മവിശ്വാസമാണ്. എൻ്റെ പേര് അന്നം ജോൺ പോൾ, കോട്ടയം ജില്ലയിൽ നിന്നുമാണ്. പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ഞാൻ എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഭൂമിയിലെ മാലാഖമാരെന്നറിയപ്പെടുന്ന ആതുര ശുശ്രൂഷ രംഗത്ത് ഉപരിപഠനം നടത്തി. ചെറുപ്പം മുതലേ കലാരംഗത്ത് പ്രവർത്തിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ഞാൻ വിവാഹത്തിന് മുമ്പേ ചുവട് മാറി. ഇന്ന് ഭർത്താവിനോട് ചേർന്ന് സിനിമാ നിർമ്മാണത്തോടൊപ്പം എനിക്ക് എൻ്റെ കലാപ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ പിൻബലം എന്നും എൻ്റെ കുടുംബവും എന്നെ മനസ്സിലാക്കുന്ന നല്ല സുഹൃത്തുക്കളുമാണ്. ഇവിടെ നിന്ന് തന്നെ പുതിയ സാധ്യതകളെക്കുറിച്ച് പഠിക്കാനും പുതിയ സംരംഭങ്ങൾ പുതിയ തലമുറയ്ക്ക് മാതൃകയാകുന്ന രീതിയിൽ വ്യത്യസ്തമായി അവതരിപ്പിക്കാനാണ് ഞാൻ എന്നും ശ്രമിക്കുന്നത്. ഇങ്ങനെയൊരു വേദി ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി. സർവശക്തനായ ദൈവത്തിന്. Next, I would like to invite on ramp for the self-introduction, contestant number 12, Vidya S. Menon. നമസ്കാരം, ഞാൻ വിദ്യ എസ് മേനോൻ. അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചിയിൽ നിന്നും അഴകിൻ്റെയും അറിവിൻ്റെയും റാണി എന്ന് വിശേഷിപ്പിക്കുന്ന മിസസ് കേരള എന്ന ഈ ബ്യൂട്ടി പേജൻറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, അതിലേറെ അഭിമാനിക്കുന്നു. മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം കൊച്ചി മെട്രോയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ്, കേരള നടനം, മോണോ ആക്ട്, ഫാൻസി ഡ്രസ്, വീണ എന്നീ ഐറ്റങ്ങളിൽ പങ്കെടുക്കുകയും 3 വർഷം കലാതിലകപ്പട്ടം ലഭിക്കുകയും ചെയ്തു. കൂടാതെ ഒരു ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട്. എനിക്കെല്ലാ സ്ത്രീകളോടും പറയാനുള്ളത്, നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ തന്നെയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഞരമ്പുകളിൽ തന്നെയുണ്ട്. അതിൻ്റെ ചൂട് നമ്മൾക്ക് മാത്രമേ അറിയൂ. അത് മറ്റാർക്കും വേണ്ടി മാറ്റിവെക്കരുത്. കണ്ണുകൾ തുറന്നു കാണുക, കാതുകൾ തുറന്ന് കേൾക്കുക, മനസ്സറിഞ്ഞു മനസ്സിലാക്കുക, ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കുക. നന്ദി, നമസ്കാരം. Moving on, I would like to invite on stage contestant number 13, Gopika Raj. നമസ്കാരം. ഒരു മരത്തിൻ്റെ ചില്ലയിലിരിക്കുന്ന പക്ഷി ആ ചില്ല ഒടിഞ്ഞു വീഴുമോ എന്നോർത്ത് ഒരിക്കലും ഭയപ്പെടാറില്ല. കാരണം അത് അതിൻ്റെ ചിറകുകളെ അത്രയധികം വിശ്വസിക്കുന്നു. അതെ, എൻ്റെ ചിറകാകുന്ന ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് എൻ്റെ പേരും എന്ന് ഈ ഫൈനലിൽ വന്നത്. അതെ, ഞാൻ ഗോപിക രാജ്. എൻ്റെ കോളേജ് എഞ്ചിനീയറിംഗ് പഠനകാലത്തും കോഗ്നിസെൻറ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് ചെയ്തിരുന്ന സമയത്തും എൻ്റെ നെഞ്ചിലെ കനലായിരുന്നു മോഡലിംഗ്. എന്നാൽ അന്ന് അതിനെ ഉറക്കെ പറക്കാനുള്ള കനലും തീയും ആത്മവിശ്വാസവും എനിക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രൗഡായി നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. എന്ന് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരുമോ, അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും. അതിനൊരു ഉദാഹരണമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും ആത്മധൈര്യത്തോടു കൂടിയും നിങ്ങൾ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചിറകുകൾ ഉയരെ പറക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു contestant number 14, കൃഷ്ണപ്രിയ.
പ്രിയപ്പെട്ട ജഡ്ജസ്, ഇവിടെയുള്ള എല്ലാ ഗസ്റ്റ്, നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണപ്രിയ. പാലക്കാട് ജില്ലയിലെ ഷൊർണൂരാണ് എൻ്റെ നാട്. ഇന്ത്യൻ ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറായി ജോലിക്ക് വേണ്ടി ഞാൻ തിരുപ്പൂരാണ് താമസിക്കുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വലിയ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയധികം എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം, അച്ഛൻ, അമ്മ, അമ്മമ്മ, പിന്നെ എൻ്റെ പൊന്നുമോൾ ആയിഷ എനിക്ക് കിട്ടിയത്. ഞാൻ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ 15 വയസ്സിൽ ഡിപ്രഷൻ എന്ന അവസ്ഥയാണ്. ഡിപ്രഷനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. 1-2 വർഷം എടുത്തു എനിക്ക് ആ അവസ്ഥയിൽ നിന്ന് പുറത്ത് വരാൻ. ഒരുപക്ഷെ അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷം എൻ്റെ വിവാഹ ജീവിതം തകർന്നപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുപാട് ഭയത്തോടു കൂടി എന്നെ നോക്കി ഞാൻ വീണ്ടും ആ അവസ്ഥയിലോട്ട് പോകുന്നു. എനിക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരു സിംഗിൾ പേരൻറ്റിൻ്റെ വെല്ലുവിളിയൊക്കെ ഏറ്റെടുക്കാനുള്ള അത്രയും കരുത്ത് എനിക്കുണ്ടെന്ന്. സന്തോഷമായിട്ട് ഇരിക്കേണ്ട എങ്ങനെയെന്ന് വരെ ഗൂഗിൾ ചെയ്ത് നോക്കിയ ദിവസമുണ്ട്. പക്ഷെ അങ്ങനെയാണ് ഞാൻ നെവർ ഹാവ് ഐ എവർ എന്നുള്ള ആശയത്തിനെ പറ്റി അറിയുന്നത്. എനിക്ക് അതിനോട് വല്ലാത്തൊരു കൗതുകം തോന്നി. എല്ലാ മാസവും ജീവിതത്തിൽ അതുവരെ ചെയ്യാത്ത എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് എനിക്ക് വാശിയായി. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യം ചെയ്തു. ഞാൻ തന്നെ വീടെടുത്ത് മാറി താമസിച്ചു, ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു, ആദ്യമായിട്ടൊരു മാരത്തോണിന് പോയി, 15 കിലോ വെയിറ്റ് കുറച്ചു, അതുവരെ കഴിക്കാത്ത ഭക്ഷണം കഴിച്ചു, കാണാത്ത സ്ഥലം കണ്ടു. അതേപോലെ ജീവിതത്തിൽ അതുവരെ ചെയ്യാത്ത ഒരു ബ്യൂട്ടി പേജിന് അപ്ലൈ ചെയ്ത് ഇതാ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഫൈനലിസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് എസ്പാനിയോ ഈവൻസിൻ്റെ അൻവർ സർ, സജ്ന മാം, ഡാലു സാറിനോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇപ്പം ഞാൻ വിചാരിച്ചാൽ പോലും സങ്കടപ്പെടാൻ പറ്റാത്ത അത്രയും ആത്മവിശ്വാസം എനിക്ക് തന്നേന്. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം ഞാൻ എന്ത് അവസ്ഥയിലായിരുന്നോ ഇപ്പം അങ്ങനെയുള്ള ഒരാൾക്കെങ്കിലും പ്രചോദനം ആവാന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നന്ദി, നമസ്കാരം. അടുത്തതായി സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ടസ്റ്റന്റ് നമ്പർ 15 രേഷ്മ മോഹനൻ. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രേഷ്മ മോഹനൻ. ഞാനൊരു തൃശ്ശൂർ സ്വദേശിയാണ്, ഒരു അലോപ്പത്തിക് ഡോക്ടറുമാണ്. ഏതോ ഒരു കുടുംബിനിയെ പോലെ വിവാഹശേഷം ഞാനും ഒരു അമ്മയാവണമെന്ന് ആഗ്രഹിച്ചു. ഏറെ നാൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ ജന്മം നൽകി. അങ്ങനെയിരിക്കെ ഏറെക്കുറെ നാളുകൾ എന്നെ കാത്തിരുന്നത് വിഷാദ രോഗമായിരുന്നു. എൻ്റെ കൃതജ്ഞതാനവും എൻ്റെ ആത്മബലവും എൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയും കൂടി എനിക്ക് ആ വിഷാദ രോഗത്തെ അതിജീവിക്കാൻ പറ്റി. ഈ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ ഇതിലൂടെ പോകുന്നുണ്ട്. അവർക്ക് വേണ്ടി എൻ്റെ ശബ്ദം ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to also conclude by saying, if you want to shine like a diamond, you need to be ready to face the challenges and polish yourself and present to the world in your best form. Thank you. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു കണ്ടസ്റ്റന്റ് നമ്പർ 16 ഐശ്വര്യ സുരേന്ദ്രൻ. നമസ്കാരം. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ള നീല കണ്ണുള്ള സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും പറയാൻ ഒരു ഉത്തരം കാണും. 1994 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകസുന്ദരി പട്ടം അലങ്കരിച്ചതിന് ശേഷം ആ വനിതയും ആ വനിതയുടെ പേരും നമ്മൾക്കിടയിൽ വളരെയധികം സുപരിചിതമാണ്. എന്നാൽ എല്ലാ അച്ഛനമ്മമാർക്കും ഒരു പക്ഷേ ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളതായി തോന്നുക സ്വന്തം മകനെയോ മകളെയോ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് 1995 ജനിച്ച എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ചേർന്ന് ഒരു പേരിട്ടത്. ഞാൻ ഐശ്വര്യ സുരേന്ദ്രൻ. ഇന്നും ഞാൻ ഐശ്വര്യ സുരേന്ദ്രനാണ്. വിവാഹം കഴിഞ്ഞു എന്നതുകൊണ്ട് എൻ്റെ പേരിൽ യാതൊരുവിധ മാറ്റങ്ങളും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നെ ഞാനായി കാണുന്ന
എൻ്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുന്ന, എന്തിന് ഇത്തരം ഒരു പേജന്റിൽ ഞാൻ പങ്കെടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അത്രയേറെ സെൽഫ് കോൺഫിഡൻ്റ് ആയ ഒരു ലേഡിക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരാൾ, ഹീസ് മൈ ലൈഫ് പാർട്ട്ണർ മിസ്റ്റർ നിതിൻ പ്രതാപ്. കൂടാതെ 2 വയസ്സുകാരനായ ഒരു മകൻ കൂടി അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. പഠിച്ച എല്ലാ സ്ഥാപനങ്ങളിലും എൻ്റേതായ ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കണം എന്ന എൻ്റെ അമിതമായ ആഗ്രഹം എനിക്ക് നൽകിയത് 2 യൂണിവേഴ്സിറ്റി റാങ്ക്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി നേടണം എന്ന വാശി എനിക്ക് നൽകിയത് ഇന്ത്യയിലെ പ്രമുഖമായൊരു MNCയിൽ AI എഞ്ചിനീയർ എന്ന പദവി. വിവാഹത്തേക്കാൾ ഒരു സ്ത്രീക്ക് പ്രാധാന്യം സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവാണെന്നും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ കാര്യമാണെന്നും എന്നെ ചെറുപ്പം മുതൽ പഠിപ്പിച്ച എൻ്റെ അമ്മയാണ് എൻ്റെ എക്കാലത്തെയും റോൾ മോഡൽ. ഒരു സ്ത്രീ എന്തെഴുതണം, എന്ത് പറയണം, എന്ത് ധരിക്കണം എന്നെല്ലാമുള്ള കാര്യത്തിൽ നിരന്തരം കൈകടത്തുന്ന ഈ സമൂഹത്തിൽ സ്വന്തമായൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തി ആർജിക്കുകയുമാണ് ഓരോ സ്ത്രീയും ചെയ്യേണ്ട പരമപ്രധാനമായ കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിലൊരു ശക്തി ആർജിച്ചെടുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് കൈവരുന്ന ഒരു സൗന്ദര്യമുണ്ട്. ബാഹ്യ സൗന്ദര്യത്തെക്കാൾ എത്രയോ വലുതാണ് ആ സൗന്ദര്യം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് 23-ാം വയസ്സിൽ എൻ്റെ ഫസ്റ്റ് സാലറി എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയപ്പോൾ എൻ്റെ മുഖം ഞാൻ കണ്ണാടിയിൽ കണ്ടപ്പോഴാണ്. എന്തൊരു അപൂർവ സുന്ദര ഗംഭീരം എൻ മുഖം എന്ന വിജയലക്ഷ്മി കവിതയിലെ വരികൾ പോലെ. അന്ന് എൻ്റെ മുഖത്ത് കണ്ട അതേ സൗന്ദര്യം ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോഴും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വന്ന് നിന്ന് ഇത്രയേറെ കോൺഫിഡൻസോടുകൂടി എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് തന്നെയാണ് ഇന്ന് എന്നെ ഏറെ സുന്ദരിയാക്കുന്നത്. സോ ലെറ്റ് മൈ കോൺഫിഡൻസ് ഡിഫൈൻസ് മൈ റിയൽ ബ്യൂട്ടി. And I truly believe that the most beautiful thing that I can wear is my own confidence. And I want to see the same confidence in each and everyone who's sitting in front of me. Because I know ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും അതിലേക്കുള്ള ആദ്യ പടി എടുക്കാൻ മടിച്ചു നിൽക്കുന്ന ഒത്തിരി പേരെ എനിക്കും അറിയാം. എനിക്ക് അവരോടെല്ലാം പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. Just raise yourself, raise your voice, achieve your dreams and love yourself a little bit more. Because no one else can do that for you, but you yourself can do it. ആരോ പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെ നമ്മളോളം മനസ്സിലാക്കുന്ന വേറെ ആരാണുള്ളത്? അത്തരത്തിലൊരു സ്വപ്നമായിരുന്നു എനിക്ക് ഈ വേദിയും. സോ എല്ലാവരോടും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. Be the change you wish to be and be your own super woman. Thank you. Mini M. നമസ്കാരം, ഞാൻ മിനി. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനവും പൂരൻ നഗരിയുമായ തൃശ്ശൂരാണ് എൻ്റെ ജന്മദേശം. മലയാളത്തിൻ്റെ തനത് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു അമ്മയുടെ മൂത്ത മകളായി ജനിക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനം. എൻ്റെ സ്വപ്നങ്ങൾക്ക് ഇരുചിറകുകളുമായി എൻ്റെ ഭർത്താവും എൻ്റെ മകളും. ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ അഡ്മിൻ മാനേജറായി ജോലി ചെയ്യുന്നു. യാത്രകളും സൗഹൃദങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി എനിക്ക് ചുറ്റുമുള്ളവരിൽ നിറയ്ക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കുറച്ചുകൂടി എന്നെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ആരെങ്കിലും മിനി നിനക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്ത് വിജയത്തിലെത്തിച്ച് അവിടെ ഞാൻ എൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കും. അതാണ് ഞാൻ. വിവാഹിതരായ വനിതകളോട് എനിക്ക് പറയുവാനുള്ളത്, വിവാഹം ഒരു സ്ത്രീയുടെയും അഭിലാഷങ്ങളെ പരിമിതപ്പെടുത്തുന്നില്ല, മറിച്ച് അവ നേടിയെടുക്കാനുള്ള ഒരു കൈത്താങ്ങായി വിവാഹത്തെ മാറ്റിയെടുക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും വാനോളം ഉയരട്ടെ, ആഗ്രഹങ്ങളെ വെട്ടിപ്പിടിക്കട്ടെ. ഇന്നീ സ്വപ്നദിനം എനിക്ക് സമ്മാനിച്ച ഏവർക്കും നന്ദി. കൂടാതെ എൻ്റെ സഹമത്സരാർത്ഥികൾക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.
മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്തെ പക്കാ മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ജനിച്ചത്. എവിടെ സ്ത്രീയെ ആദരിക്കുന്നുവോ അവിടെ ദേവതമാർ വസിക്കുന്നുവെന്നാണ്. തിരക്കിട്ട ജീവിതത്തിൽ എനിക്ക് എന്നെ എവിടെയോ നഷ്ടമായി. എൻ്റെ പല സ്വപ്നങ്ങളും പാതി വഴിയിലായി. ഈ അനുഭവങ്ങൾ എന്നെ സഹിഷ്ണുതയുള്ള ഒരു സ്ത്രീയായി മാറ്റി. ഓരോ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം: സ്വപ്നങ്ങളുള്ള പെൺകുട്ടികൾ ദർശനമുള്ള സ്ത്രീകളാകുമെന്നാണ് പറയാറുള്ളത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാൻ ഒരുപാട് വർഷം കാത്തിരിക്കേണ്ടി വന്ന വ്യക്തിയാണ് ഞാൻ. പുരുഷനെ ഒരിക്കലും അരങ്ങത്തു നിന്നും അടുക്കളയിലേക്ക് ക്ഷണിക്കുന്നില്ല. ഹിമാലയത്തിൽ പോകുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.